Hey guys, I'm Ajna. Welcome back to my travel vlog to Mysore. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വെറും 160 രൂപ ടിക്കറ്റ് എടുത്താൽ 3 മണിക്കൂറും കൊണ്ട് നമുക്ക് മൈസൂർ എത്താം. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇത്ര അടുത്തായിട്ടും മൈസൂർ എക്സ്പ്ലോർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് മൈസൂരിലേക്ക്. നാട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയതെങ്കിലും ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെ വെയിറ്റ് ചെയ്ത് 2 മണിക്കൂറാണ് ഞാൻ ആ സ്റ്റാൻഡിലിരുന്നത്. ആഫ്റ്റർ 2 hours ശേഷമാണ് അവർ റീച്ച് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയത് റൂം എടുക്കാനായിരുന്നു. 6:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ദി ഗ്രാൻഡിലാണ് നമ്മൾ റൂം എടുത്തത്. നമുക്ക് 3 പേർക്കും കൂടി ഇത്രയും നല്ല റൂം 1500 rupees കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ മാത്രമല്ല ഇത് ടൗണിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വേഗം നമ്മളൊന്ന് ഫ്രഷായി പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങി. അങ്ങനെ നേരെ നമ്മൾ പോയൊരു ജ്യൂസൊക്കെ കുടിച്ച് ഒരു ഊബർ ബുക്ക് ചെയ്തു. നമ്മൾ ചാമുണ്ഡി ഹിൽസിലേക്കാണ് ഫസ്റ്റ് പോകാൻ പോകുന്നത്. കാരണം നൈറ്റ് വ്യൂ അവിടുത്തെ അടിപൊളിയാണെന്നാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വേഗം ഒരു ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ ചാമുണ്ഡിയിലേക്ക് പോയി. അവിടെ നിന്നിറങ്ങി കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ദസറ കഴിഞ്ഞെങ്കിലും ലൈറ്റ്സ് എല്ലാം ഓൺ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ വഴി തന്നെ കാണാൻ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു മഹിഷാസുരൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം കേട്ടോ. പിന്നെ അവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം അമ്പലത്തിലേക്കല്ല വ്യൂ പോയിന്റിലേക്കാണ് പോയത്. ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ആ റോഡിലൊന്നും ലൈറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹോണ്ടഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം അവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും മൃഗങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ലല്ലോ. പക്ഷെ നമ്മളെല്ലാ ധൈര്യവും സംഭരിച്ച് അങ്ങ് പോയി. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. പിന്നെ നമ്മൾ അധികം നേരം അവിടെ ഇരുന്നില്ല. ഒരു 15 minute ഒക്കെ ഇരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് വരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്കത് അവിടെ അത്ര നല്ല സേഫായിട്ട് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു 15 minute അവിടെ ഇരുന്നിട്ട് വേഗം അവിടെ നിന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് പോകാൻ ഉണ്ടായത്. വ്യൂ പോയിന്റിൽ ഒറ്റ മനുഷ്യനില്ലെങ്കിലും അമ്പലത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറില്ല. ജസ്റ്റ് ഇതാണ് അമ്പലം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തിയാണ് ചാമുണ്ടേശ്വരി. ഇവിടെ ഒരു മിത്തുണ്ട്, കപ്പിൾസ് പോയി കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്കപ്പ് ആവുമെന്നൊക്കെയാണ് പറയുന്നത്. അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം അവിടെ നിന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ അവിടുത്തെ കടകളിലൊക്കെ പോയി. നമുക്കങ്ങനെ വില പേശാൻ വലിയ കഴിവില്ലാത്തത് കൊണ്ടും നമ്മളവിടെ നിന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത്യാവശ്യം എല്ലാ അഫോർഡബിൾ റേറ്റ് തന്നെയായിരുന്നു കേട്ടോ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ അതിൽ കൂടി എക്സ്പ്ലോർ ചെയ്ത് നേരെ പുറത്തേക്ക് പോയി. തിരിച്ച് നമുക്ക് അവിടെ നിന്ന് തന്നെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് വരുന്ന സമയത്ത് അറിയുണ്ടായിരുന്നില്ല. 40 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വന്നത്. 13 kilometer ടൗണിലോട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മൈസൂരിലെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ ടൗണിൽ പോയി സ്ട്രീറ്റ് ഫുഡ്സ് കഴിച്ചു. പാനിപ്പൂരി ആയിട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പാലസിൻ്റെ തന്നെ എക്സിബിഷനിലേക്കാണ്. പാലസ് നൈറ്റ് ഓപ്പൺ അല്ല. അതുകൊണ്ട് തന്നെ എക്സിബിഷൻ ഹാളിൽ പോയി 9:30 വരെയായിരുന്നു ടിക്കറ്റ്. നമ്മൾ കറക്റ്റ് 9:30 എത്തിയതുകൊണ്ട് നമുക്ക് ടിക്കറ്റ് എന്നതോടെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 40 രൂപയാണ് ഇതിലേക്ക് വരുന്ന ടിക്കറ്റ്. ഇവിടെ കുറേ ജൈൻറ്റ് വീലും പിന്നെ നല്ല ഫുഡ് കിട്ടുന്ന സ്പോട്ടുകളും കുറേ ഗെയിംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലെല്ലാം കയറാൻ തന്നെ കയ്യിൽ ക്യാഷ് വേണമായിരുന്നു. ഗൂഗിൾ പേ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമുക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അതായത് നമ്മൾ നേരെ ഒരു മലയാളീസിൻ്റെ ചായക്കട ഉണ്ട്. അവിടുന്ന് ചായയും കുടിച്ച് നമ്മൾ നേരെ ടൗണിലോട്ട് വീണ്ടും ഇറങ്ങി. ഇതാണ് നൈറ്റിലെ പാലസിൻ്റെ വ്യൂ. ഇന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. പിറ്റേ ദിവസം നമ്മളൊരു 8 മണിയായപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് മോർണിംഗ് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം റിസപ്ഷനിൽ കൊടുത്ത് നമ്മൾ നേരെ ടൗണിലോട്ട് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നുള്ളതായിരുന്നു മെയിൻ ലക്ഷ്യം. തലേദിവസം നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ കൈരളി ഹോട്ടലിൽ പോയി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റ് ഫിലോമിനസ് ചർച്ചിലേക്കാണ് പോയത്. അവിടെ നിന്ന് അടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഈ ചർച്ചിൽ ആദ്യമായിട്ട് വരുന്നവർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മെഴുകുതിരിയൊക്കെ വാങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി നല്ല സമാധാനം ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. നെക്സ്റ്റ് നമ്മൾ മൈസൂർ സൂവിലേക്കാണ് പോയത്. അതിന് നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് മൈസൂർ സൂവിലെത്തി. ഇതാണ് മൈസൂർ സൂവിൻ്റെ എൻട്രൻസ്. പക്ഷേ ടിക്കറ്റ് വരുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അണ്ടർഗ്രൗണ്ടിൽ കൂടിയാണ് നമ്മൾ സൂവിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്. 120 rupees ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ കറാഞ്ചി ലേക്കിലും കൂടി നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ കോംബോ ടിക്കറ്റായിട്ട് 150 ടിക്കറ്റ് എടുത്താൽ മതി. അത് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ 120 ടിക്കറ്റ് എടുക്കുക. പിന്നെ കറാഞ്ചി ലേക്കിൻ്റെ അവിടെ എത്തുമ്പോൾ എക്സ്ട്രാ ഒരു 50 rupees എടുത്താൽ നിങ്ങൾക്ക് അവിടേക്കും കൂടി പോകാൻ പറ്റും. ഇവിടേക്ക് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുൾ ആയിട്ട് എല്ലാം സമാധാനത്തിൽ കാണായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വയനാട്ടുകാരായതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ മൃഗങ്ങളെയും കണ്ടതുകൊണ്ട് നമുക്ക് വലിയതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം കണ്ട് ഇറങ്ങുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഒരു 3 മണിക്കൂറൊക്കെ വേണമായിരുന്നു മൊത്തം ഒന്ന് കറങ്ങി കാണാൻ. അതായത് നമ്മൾ കറാഞ്ചിയിലേക്കുള്ള ടിക്കറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. കറാഞ്ചിയിലേക്ക് സത്യം പറഞ്ഞാൽ ഒരു പൂക്കോട് ലേക്ക് കാണുന്ന പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് ഒരു ലേക്ക്, അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് അത്രയേ ഉള്ളൂ. അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മൈസൂർ പാലസ് ആണ്. ഞാൻ ഏറ്റവും എക്സൈറ്റഡ് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. വീണ്ടും നമ്മളൊരു ഊബർ ബുക്ക് ചെയ്ത് പാലസിലെത്തി. 120 rupees ഒരു അഡൽട്ടിന് വരുന്ന ടിക്കറ്റ്. അത് ഇങ്ങനെ ഒരു അമ്പലമൊക്കെ കഴിഞ്ഞിട്ടാണ് പാലസിൻ്റെ ഉള്ളിലോട്ട് വരുന്നത്. പാലസിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ദൂരെ നിന്ന് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പാലസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പാലസിൻ്റെ പുറത്തൊക്കെ നിന്ന് അതിൻ്റെ ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ചെരുപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് ഫ്രീ ആയിരുന്നു. അവർ നമുക്കൊരു കാർഡ് തരും. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ കാർഡ് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ നേരെ പാലസിൻ്റെ എൻട്രൻസിലോട്ട് പോയി. ഇതാണ് പാലസിൻ്റെ എൻട്രൻസ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വരെ മൈസൂർ ഭരിച്ചിരുന്ന വോഡയാർ രാജവംശത്തിൻ്റെ കൊട്ടാരമാണ് കേട്ടോ ഇത്. വോഡയാർ രാജവംശത്തിൻ്റെ കാലഘട്ടം മൈസൂരിലെ തന്നെ സുവർണ്ണ കാലഘട്ടം എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് മാറിപ്പോവുകയും ഈ ഒരു പാലസ് മ്യൂസിയം ആക്കി മാറ്റുകയാണ് ചെയ്തത്. ഈ കൊട്ടാരത്തിന് 3 നിലകളും ഇതിൻ്റെ ചുറ്റുമായിട്ട് 12 ക്ഷേത്രങ്ങളാണ് ഉള്ളത്.
എനിക്ക് കൂടുതൽ അത്ഭുതം തോന്നിയത് അവരുടെ ഒരു കളർ കോമ്പിനേഷനും അതിൻ്റെ ഡിസൈൻസും ഒക്കെയാണ്. മാത്രമല്ല അവിടെ വരച്ചേക്കുന്ന പെയിൻറ്റിങ്സ് കണ്ടാൽ ഫോട്ടോ എടുത്ത് വെച്ച പോലെ ഉണ്ടാവും. രാജാ രവിവർമ്മേൻ്റെ കുറേ പെയിൻറ്റിങ്സ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റിങ്സ് എല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയപ്പോൾ കണ്ടത് കുറേ അവർ പണ്ട് യൂസ് ചെയ്തിരുന്ന കുറേ സാധനങ്ങൾ, പിന്നെ അവരുടെ വെള്ളി സിംഹാസനങ്ങൾ, അതൊക്കെയായിരുന്നു മെയിനായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഇതായിരുന്നു കേട്ടോ അവിടുത്തെ രാജാവ്. പിന്നെ കൊട്ടാരത്തിൽ എല്ലായിടത്തും ഓരോ സൈസിലുള്ള നല്ല മിററൊക്കെ ഉണ്ടായിരുന്നു. അതേ നമ്മൾ പോയപ്പോൾ ഫുള്ള് ഗോൾഡൻ കളറിൽ ഭയങ്കര ഭംഗിയുള്ള ഒരു ഹോളിലേക്കാണ് പോകുന്നത്. അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് എനിക്ക് കൊട്ടാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ കേട്ടോ, ദർബാർ ഹോളിൻ്റെ തൊട്ടിപ്പര വരുന്നത്. അതിൻ്റെ കളറാണോ ലൈറ്റാണോ എന്താണെന്നറിയില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സ്ഥലം കാണാൻ. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് രാജാവ് പ്രജകളെ കാണുന്നതും ദസറയൊക്കെ നടക്കുമ്പോൾ ആ പ്രോഗ്രാംസ് എല്ലാം കാണുന്നത് ഇവിടെ വെച്ചിട്ടായിരുന്നു. ഇതിനൊക്കെ പുറത്ത് വേറെ എന്തൊക്കെയോ ഐതിഹ്യമുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് കുറേ നേരം നമ്മൾ അവിടെ നിന്ന് അവിടുന്ന് വരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ സ്ഥലം. ഇത്രയാണ് കൊട്ടാരത്തിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. പാലസ് ഒക്കെ നല്ലോണം എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. പിന്നെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീരംഗപട്ടണം കൂടി വിസിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മളത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതായത് നമ്മൾ നേരെ ടൗണിൽ പോയി നല്ലൊരു മലയാളി ഹോട്ടലിൽ നിന്ന് നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ച് നേരെ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ട്രാവൽ വ്ളോഗുമായിട്ട് കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.